നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്ത്യൻ റുപ്പി എന്ന കൈരളി പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇതുവരെ നമ്മൾ ഈ പ്രോഗ്രാമിൽ പ്രതിപാദിച്ചത് സാമ്പത്തിക അച്ചടക്കം, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്ലാനിങ്, സമ്പാദ്യ സ്വഭാവം, നിക്ഷേപ സ്വഭാവം ഇതെല്ലാം ഉണ്ടാക്കി ഒരു നല്ല സാമ്പത്തിക ഭദ്രത എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു. പല നിക്ഷേപ അവസരങ്ങളെപ്പറ്റി നമ്മൾ ഇതിനകം പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് മേഖലയെപ്പറ്റിയാണ്. ഇൻഷുറൻസ് മേഖലയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ ടോട്ടൽ GDPയുടെ 3.7% മാത്രമേ ഇന്ത്യയിൽ ഇൻഷുറൻസ് രംഗം എത്തിച്ചേർന്നിട്ടുള്ളൂ എന്നുള്ള ശോചനീയമായ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതേസമയത്ത് വികസിത രാജ്യങ്ങളിൽ അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങാണ് ഉള്ളതെന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ 2-3 ഇൻഷുറൻസ് കമ്പനികളെ ഉണ്ടായിരുന്നു. ലൈഫ് ഇൻഷുറൻസ്, LIC, ലൈഫ് ഇൻഷുറൻസ് മേഖലയെ മാത്രം ഫോക്കസ് ചെയ്തത് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഇങ്ങനെയുള്ള ചില ഇൻഷുറൻസ് കമ്പനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിരവധി ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. പലവിധ ഇൻഷുറൻസ് പദ്ധതികൾ നൽകുന്ന സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് റെഗുലേറ്ററി അതോറിറ്റിയായ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി IRDA എന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാതരം ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ നടക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഷുറൻസുകളും നടക്കുന്നത് IRDAയുടെ കൺട്രോളിലാണ്. ഇന്ന് സ്പർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചാണ്. ലൈഫ് ഇൻഷുറൻസ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള പദ്ധതിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കുടുംബം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം വരാതിരിക്കണം എന്ന ലക്ഷ്യത്തോടുകയാണ് എല്ലാവരും ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിക്കും നിഷ്പ്രയാസം അടച്ചു തീർക്കാൻ സാധിക്കുന്ന എമൗണ്ടിനുള്ള ഒരു പോളിസി മാത്രമേ നമ്മൾ ചേരുവാൻ പാടുള്ളൂ. അങ്ങനെ ചേരുമ്പോൾ പലപ്പോഴും ഇൻഷുറൻസ് ഏജൻറ്റുമാർ കഴിയുന്നതും ഒരു പക്ഷേ നമ്മുടെ സാമ്പത്തിക ശേഷിയെ അറിയാത്തതുകൊണ്ടും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രീമിയമുള്ള ഇൻഷുറൻസ് എടുത്ത് അവർക്കതിൽ നിന്ന് കമ്മീഷൻ ലഭിക്കണമെന്ന ഒരു സ്വാർത്ഥ താല്പര്യം ഉള്ളതുകൊണ്ടും വലിയ എമൗണ്ടിനുള്ള ഇൻഷുറൻസ് എടുക്കുവാൻ പലപ്പോഴും ആളുകൾ താല്പര്യം കാണിക്കും. അത് വളരെ അപകടം ഉണ്ടാക്കുന്നതാണ്. ഓരോ വ്യക്തിയുടെയും സാമ്പത്തികമായിട്ടുള്ള വരുമാനം എത്രയാണോ അതിൻ്റെ ഒരു 5% കൂടുതൽ ഇൻഷുറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. കാരണം ഇൻഷുറൻസ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. മുമ്പ് നമ്മൾ പല ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയെപ്പറ്റി പറഞ്ഞിരുന്നു. അതിനെല്ലാം വളരെ നല്ല റിട്ടേൺ കിട്ടുന്ന മേഖലകളാണ്. അതേസമയത്ത് ഒരു ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ മുടക്കുന്നത് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടണം എന്ന ഉദ്ദേശത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിയുന്ന ചെറിയ പ്രായത്തിലാണ് ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുക. കാരണം അങ്ങനെ ആവുമ്പോൾ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സാഹചര്യത്തിൽ വളരെ ചുരുങ്ങിയ പ്രീമിയത്തിൽ വളരെ ഉയർന്ന കവറേജ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു വ്യക്തി ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഒരു പോളിസി എടുത്തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇൻഷുറൻസ് പോളിസി എടുത്ത ആളുകളോട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ
എത്ര വർഷത്തേക്കുള്ള പോളിസി എടുത്തതെന്ന് പറഞ്ഞാൽ അവർ ഒരു പക്ഷേ പറയും 25 വർഷത്തേക്ക്. ആ 25 വർഷം കൊണ്ട് നിങ്ങൾ എത്ര അടക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരടച്ചു തീർക്കുന്ന സംഖ്യയും അവരുടെ പോളിസിയും തമ്മിൽ വലിയ അന്തരം ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അത്രയും ദീർഘകാലത്തെ കവറേജാണ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. ആ ഉദ്ദേശത്തിലാണ് ഈ പോളിസി എടുക്കുന്നതും. മാത്രമല്ല, ഈ വ്യക്തി വളരെ ചെറിയ പ്രായത്തിൽ എടുക്കുമ്പോൾ വളരെ ചുരുങ്ങിയ പ്രീമിയത്തിലാണ് ഈ പോളിസി എടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ കുറേ കാലങ്ങൾ കഴിയുമ്പോഴും അദ്ദേഹത്തിന് രോഗവും മറ്റും വരുന്നതുകൊണ്ട് റിസ്ക് വളരെയധികം കൂടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്നാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നാട്ടിലെ ഇൻഫ്ലേഷൻ്റെ പല മടങ്ങ് റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യത്തെയാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുക. അതിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാവട്ടെ അല്ലെങ്കിൽ സ്റ്റോക്കിലാവട്ടെ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടെങ്കിലും അതേ സമയത്ത് കിട്ടുന്ന റിട്ടേൺ വളരെ മെച്ചപ്പെട്ടതാണ്. അത്രയൊന്നും റിട്ടേൺ ഒരു പക്ഷേ ഇൻഷുറൻസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അതേ സമയത്ത് ഒരു പോളിസി എടുത്ത് ആ പോളിസിയിൽ ചേർന്ന വ്യക്തി വളരെ പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ, യാദൃച്ഛികമായിട്ട് ആക്സിഡൻറ്റ് പറ്റാം, അല്ലെങ്കിൽ അസുഖങ്ങൾ സംഭവിക്കാൻ. ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ ആളുകൾ, നമ്മളുടെ അടുത്ത സുഹൃത്തുക്കൾ പലരും ഇന്ന് ഈ ലോകത്തില്ല. ഈ കോവിഡ് വന്ന സമയത്ത് എത്രയോ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് ഒരു കൃത്യമായ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടായിത്തീരുമ്പോൾ ആ വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട ഒരു കൃത്യമായൊരു സംഖ്യയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അങ്ങനെ ഇൻഷുറൻസ് ഒരു സംഖ്യ കൊടുത്തു. ഒരു വ്യക്തിയുടെ ഫാമിലിക്ക് ഒരു 25 ലക്ഷം ഇൻഷുറൻസിൻ്റെ വകയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഫാമിലിയുടെ ഗൃഹനാഥൻ മരിച്ചപ്പോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആ സംഖ്യ ഏതെങ്കിലും നല്ല നിക്ഷേപമാക്കി മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ആ കുടുംബത്തിന് പ്രതിമാസം 25,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരും. മറ്റ് നിക്ഷേപങ്ങളിൽ ആ കിട്ടിയ സംഖ്യ നിക്ഷേപം നടത്തുകയാണെങ്കിൽ. ഇങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് ഇൻഷുറൻസ് പോളിസി ആളുകൾ എടുക്കുന്നത്. അത് ആണ് ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇൻഷുറൻസ് പോളിസി ആണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുന്നതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഒരു വർഷത്തേക്ക് ആണ് ആ പോളിസി എടുക്കുന്നതെങ്കിൽ നമ്മൾ അത് കാറ് ഇൻഷുർ ചെയ്യുന്നത് പോലെയാണ്. ഒരു വർഷത്തേക്ക് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തിനിടയ്ക്ക് കാറിന് ആക്സിഡൻറ്റ് പറ്റുകയാണോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാറ് മുഖേന മറ്റാർക്കെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു കവറേജ് കിട്ടുന്നു. അടുത്ത വർഷത്തോടുകൂടി അത് കംപ്ലീറ്റ് ഒന്നും തന്നെ തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. അടുത്ത വർഷം വേറൊരു പോളിസി എടുക്കണം. ടേം ഇൻഷുറൻസും ഇങ്ങനെ തന്നെയാണ്. ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാത്ത തരത്തിലുള്ള ടേം ഇൻഷുറൻസുകളുണ്ട്. ഒരു വർഷത്തേക്ക് നല്ലൊരു കവറേജ് കിട്ടുന്നു. ആ കവറേജ് ആ ഒരു വർഷം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ സംഖ്യ എത്രയാണോ അത് കിട്ടും. അതേ സമയത്ത് നമ്മൾ ഒരു ദീർഘകാലത്ത് 25 വർഷത്തേക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്താൽ ഉണ്ടാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് എത്രയാണോ അത്ര തന്നെ നഷ്ടം ഈ സംഭവത്തിൽ ഉണ്ടാവില്ല. കാരണം ആ സംഖ്യ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ദീർഘകാലത്തേക്ക് ഒരു പോളിസി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര തന്നെ നഷ്ടം ഇതിൽ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ എന്തോ ഇന്ത്യയിൽ അധികം ഇൻഷുറൻസ് കമ്പനികളോ ഏജൻറ്റുമാരോ ഈ ടേം ഇൻഷുറൻസിനെ പ്രോത്സാഹിപ്പിക്കപ്പെടാറില്ല എന്നാണ് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു ഇൻഷുറൻസ് പോളിസിയാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഈ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത് അതൊരു നിക്ഷേപവും ഇൻഷുറൻസ് കവറേജും കിട്ടുന്നതാണ്. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ കാണുന്ന ആ പോളിസികൾ നോക്കിക്കഴിഞ്ഞാൽ ആ പോളിസികൾക്ക് ഒരാൾ ഒരു വർഷം 1 ലക്ഷം രൂപ ഒരു പോളിസിയിൽ ചേർന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ 10 ഇരട്ടി
ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു. 10 ലക്ഷം ഉറുപ്പികയുടെ കവറേജ് കിട്ടുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മിനിമം 5 വർഷമെങ്കിലും അടച്ചിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. ആ 5 വർഷം അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പോളിസി മെച്യൂർ ആവുന്നത് ഒരു പക്ഷേ 10 വർഷം കഴിഞ്ഞാലോ ഒരു ദീർഘകാലം കഴിഞ്ഞാലാണ്. അപ്പോൾ ആ കാലം വരെ ആ ഇൻഷുറൻസ് കവറേജ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ കവറേജ് ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇതിൽ ആ കവറേജിന് വേണ്ടിയിട്ടുള്ള അലോക്കേഷൻ കഴിഞ്ഞ് ബാക്കി വരുന്ന സംഖ്യ പല മേഖലയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ചിലത് ഡെറ്റിലായിരിക്കും കടപത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ചിലത് ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഏത് തരത്തിൽ വേണമെന്നുള്ളത് ചൂസ് ചെയ്ത് നിക്ഷേപം നടത്താവുന്നതാണ്. പലരും 5 വർഷം കഴിഞ്ഞാൽ ഇത് 5 വർഷം അടച്ചു, 6ാമത്തെ വർഷം അതങ്ങ് തിരിച്ചെടുക്കാം എന്നുള്ള നിലയ്ക്ക് തിരിച്ചെടുക്കാറാണ് പതിവ്. അത് വലിയ നഷ്ടമാണ് സംഭവിക്കുക. കാരണം ഈ 5 വർഷത്തിൽ പ്രത്യേകിച്ചും ഇൻഷുറൻസ് കമ്പനിക്ക് പോകുന്ന കമ്മീഷനും അതുപോലെ ഇങ്ങനെ ഇൻഷുറൻസിനുള്ള അവരാഘോഷനും അതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന സമയത്ത് വലിയൊരു സംഖ്യ ലാഭം ലഭിച്ചെന്ന് വരില്ല. അതേസമയത്ത് 10 വർഷത്തേക്കോ അതിൽ കൂടുതലോ ആണ് നമ്മൾ ഇതിന് കാലം എങ്കിൽ ആ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കലാണ് നന്നായിരിക്കുക. ഇങ്ങനെ ഈ പോളിസികളിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പല ഓപ്ഷനുകളും നമുക്കുണ്ട്. ഒന്ന്, നമുക്ക് ആ കാലഘട്ടം കഴിഞ്ഞാൽ അതിൻ്റെ എത്രയാണോ അതിൻ്റെ മെച്യൂരിറ്റി അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് വലിയൊരു സംഖ്യ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതൊന്ന്. രണ്ടാമത് പെൻഷൻ സ്കീമാണെങ്കിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ നമുക്ക് പ്രതിമാസ പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനം. അപ്പോൾ നമുക്ക് ഇൻകം ഇല്ലാത്ത ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെൻഷനായിട്ട് ഒരു സംഖ്യ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിയുന്നത്ര യങ് ഏജിൽ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം ഇത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കരുത് മറ്റുള്ള നിക്ഷേപങ്ങൾക്ക് കിട്ടുന്ന തോതിലുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുമെന്ന്. അതേ സമയത്ത് ഒരു കവറേജോട് കൂടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവും, അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതേ സമയത്ത് സുനിശ്ചിതമായിട്ടുള്ള ഒരു കിട്ടും എന്നുള്ള ഉറപ്പ് വരുന്ന പല ഇൻഷുറൻസ് കമ്പനികളും ഇത്രയാണ് നൽകുക എന്ന് മുൻകൂട്ടി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഫിക്സഡായിട്ടുള്ള ഒരു ഇൻകം കിട്ടുമെന്നുള്ള ഒരു ധാരണയോടുകൂടി ഇങ്ങനെ ചേരണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് ഇത്തരം ഇൻഷുറൻസ് വളരെ അനുയോജ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പലവിധ അസുഖങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ആളുകൾക്കുണ്ടാകുന്നു. അതിനു പുറമെ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് പലപ്പോഴും നമുക്ക് വലിയൊരു ഭാരമായിട്ട് വരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പർമാർക്കെല്ലാം ഒരു ഹെൽത്ത് കവറേജ് ഉണ്ടെങ്കിൽ അതെല്ലാം ആ ഇൻഷുറൻസിൽ കൂടെ കവറേജ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രവാസികളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും വിദേശത്ത് ജീവിക്കുമ്പോൾ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇൻഷുറൻസ് കവറേജ് നൽകുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് അത്രയും കവറേജുകൾ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഓരോ പ്രവാസികളും ശ്രദ്ധിക്കേണ്ടത് അവരുടെ നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് ഫാമിലി കവറേജ് ഉണ്ടായി തീർന്നു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് എല്ലാം അപ്രതീക്ഷിതമായിട്ടൊക്കെ വരുമ്പോൾ അത് വലിയൊരു ഭാരമായി തീരുന്ന സാഹചര്യം ഉണ്ടാവും. അതിന് നമുക്ക് ഒരു പരിരക്ഷ ലഭിക്കുന്ന സാഹചര്യമാണ് അത് ഉണ്ടാക്കി തീർക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നൽകുക എന്നുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഇന്ത്യയിൽ ധാരാളം ഇൻഷുറൻസ് കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് നൽകുന്നവരുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ സ്കീമുകൾ നൽകുന്നവരുണ്ട്. അത് ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാൻ നിഷ്പ്രയാസം സാധിക്കും. ഇപ്പോൾ UAE-യിലുള്ളവർക്ക് ഞങ്ങളുടെ ഓഫീസ് എല്ലാവിധ സഹായം നൽകുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായ സ്കീമുകൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ട് ഉപദേശിക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ എപ്പോഴും
നമ്മൾ നമ്മുടെ കഴിവിന് അനുയോജ്യമായിട്ടുള്ള ഒരിക്കലും ഇൻഷുറൻസ് പോളിസിയെല്ലാം എടുക്കുന്നത് വലിയൊരു ഭാരമായി തീരാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കൃത്യമായ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയ നമ്മുടെ കുടുംബത്തിന് നല്ലൊരു കവറേജ് ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്കീമുണ്ട്, നാഷണൽ പെൻഷൻ സ്കീം. നാഷണൽ പെൻഷൻ സ്കീമും യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്ന യൂലിപ്പിന് തുല്യമാണ്, യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ അത് ഇന്ത്യ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ തന്നെ പലതരത്തിലുള്ള ഒന്ന് കടപത്രങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്ന സ്കീമുണ്ട്. കടപത്രങ്ങളിൽ അതുപോലെ തന്നെ ഓഹരിയിലും കമ്പൈനായിട്ട് നിക്ഷേപിക്കുന്ന കുറേ കൂടെ റിസ്ക്കുള്ള സ്കീമുണ്ട്. അത് ഓഹരിയിൽ മാത്രം നിക്ഷേപിക്കുന്ന സ്കീമുണ്ട്, അത് റിസ്ക് കൂടുതലാണ്. വളരെ യങ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീമിൽ ചേരുമ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും റിസ്ക് ഉള്ളത് ഓഹരിയിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ ചേരലാണ്. അതേസമയം മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ബി സ്കീം എന്ന് പറയുന്ന കടപത്രങ്ങളിലും ഓഹരികളും നിക്ഷേപിക്കുന്ന സമ്മിശ്രമായിട്ട് ചെയ്യുന്ന പദ്ധതിയിൽ ചേരലാണ് നല്ലത്. അതേസമയം വളരെ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ കൂടുതൽ റിസ്ക് എടുക്കേണ്ട പ്രായമല്ല, അതുകൊണ്ട് തന്നെ അവർ ചേരുമ്പോൾ കടപത്രങ്ങളിലുള്ള സ്കീമുകളാണ് ചേരുന്നത് അനുയോജ്യമായിരിക്കുക എന്നാണ്. ഇതിന് ഒരു പ്രത്യേകത ഉള്ളത്, ഒന്നുകിൽ ഓൺലൈനിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം ഇതിൻ്റെ സേവനം നൽകുന്നുണ്ട്. നിങ്ങളുടെ NRI അക്കൗണ്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇതിന് സഹായിക്കുന്നതായിരിക്കും. നാട്ടിൽ പോകുന്ന സമയത്ത് അവർ വഴി ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടേതായ സ്കീമുകൾ ഉള്ളതുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഈ സ്കീമിന് വലിയ മുൻഗണന കൊടുക്കുന്നതായിട്ട് ഞാൻ കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്തരം ഇൻഷുറൻസ് സ്കീമുകളിൽ ഞാൻ എല്ലാ ഇൻഷുറൻസ് സ്കീമുകളെ പറ്റി ഇവിടെ ചെറുതായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇൻഷുറൻസ് സ്കീമുകൾ ചേരുന്നത് എപ്പോഴും നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഏതെല്ലാം ഇൻഷുറൻസ് സംവിധാനമാണ് നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്നതുപോലെ തന്നെ വിദേശ നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കമ്പനികൾ ഇൻഷുറൻസ് പോളിസി നൽകുന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അതേസമയത്ത് വിദേശ നാടുകളിൽ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്തവർ കമ്പനികളുണ്ട്. അത്തരം കമ്പനികൾക്ക് ഒരു ഇൻഷുറൻസ് വിദേശ നാടുകളിൽ ഉണ്ടാവൽ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് വിദേശ നാടുകളിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പേഴ്സണലായിട്ട് എടുക്കുന്നതിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു കൃത്യമായ ശമ്പളം ലഭിക്കും അല്ലെങ്കിൽ ജോലി സുനിശ്ചിതമാണെന്ന് ഉറപ്പുള്ളവരായിരിക്കണം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. മാത്രമല്ല നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വളരെ വലിയ സംഖ്യ അത്തരം കാര്യങ്ങളിലേക്ക് മാറ്റുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വിദേശ നാടുകളിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വളരെ തുച്ഛമാണ്. അതേസമയത്ത് ലൈഫ് ഇൻഷുറൻസിലാണ് വിദേശ നാടുകളിൽ നമ്മൾ ചേരുന്നതെങ്കിൽ വളരെ നല്ല ഇൻഷുറൻസ് കമ്പനികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എപ്പോഴും ചെയ്യുമ്പോൾ ആ ഇൻഷുറൻസ് കമ്പനികളെ പറ്റി വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ പോലുള്ളത് കഴിയുന്നതും വിദേശ നാടുകളിലുള്ളത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ ഇന്ത്യൻ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വിദേശ നാടുകളിലുള്ള യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ വളരെ ചുരുങ്ങിയ റിട്ടേണാണ് കൊടുക്കുന്നത് എന്നാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ചേരുന്നതായിരിക്കും നന്നായിരിക്കുന്നത്. അതേസമയത്ത് വിദേശ നാടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലൈഫ് ഇൻഷുറൻസും ചേരുക, യാതൊരു പ്രശ്നമില്ല. എന്നതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസും വിദേശ നാടുകളിലായിരിക്കുമ്പോൾ ചേരുക. അത്
ലൈഫ് ഇൻഷുറൻസ് ചേരുന്നത് നമ്മൾ ഈ നാടുകളിൽ ജീവിക്കുന്നത് ഏതാനും വർഷങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാൻ എത്രയാണ്, ഒരാൾ 20 വർഷം ഇവിടെ ജീവിക്കാം എന്ന് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സംഖ്യ വർഷത്തേക്ക് ദീർഘകാലത്തേക്കുള്ള ഇൻഷുറൻസ് പോളിസി, ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒരിക്കലും വിദേശത്ത് എടുക്കരുത്. കാരണം നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിന് അടക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ലാപ്സായി പോവുകയാണ് ഉണ്ടാകുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എത്ര കാലം ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത്ര കാലത്ത് ഒതുങ്ങുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. അതിൽ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും അടിവര വിട്ട് പറയാണ്, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അതിൻ്റെ 3 മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൃത്യമായി അടക്കാൻ സാധിക്കുന്ന ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. പൊന്താത്ത എമൗണ്ട് ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇത് അടക്കാതിരുന്നാൽ അതുവരെ അടച്ചതിന് വളരെ തുച്ഛമായ സംഖ്യയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് വലിയൊരു നഷ്ടമായി തീരുകയാണ് ഉണ്ടാകുക. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക. അതേസമയം ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. അതേസമയത്ത് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഓരോ വർഷവും പുതുക്കേണ്ടതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഇൻഷുറൻസ് കമ്പനി എന്തെല്ലാം കവറേജ് നമുക്ക് തരുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. എന്നതുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അവർ ഏതെല്ലാം ഹോസ്പിറ്റലുകളെയാണ് അതിന് അവരുടെ പാനലിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നല്ല ഹോസ്പിറ്റലുകളായിരിക്കണം അതിൽ അവർ സേവനം നൽകുന്നത്. അത് പ്രധാന ഘടകമാണ്. അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് മാത്രമേ വിദേശത്ത് ജീവിക്കുന്നവർ എടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇന്ത്യയിലുള്ള ഇൻഷുറൻസിൽ പറഞ്ഞതുപോലെ തന്നെ വിദേശത്തും ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിൽ ടേം ഇൻഷുറൻസ് ലഭ്യമാണ്. വിദേശത്ത് പ്രത്യേകിച്ചും ടേം ഇൻഷുറൻസാണ് ഏറ്റവും അനുയോജ്യം എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ ഇവിടെ അധികകാലം ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് ഒരു വർഷത്തേക്ക് ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് ഇൻഷുറൻസ് ചേരുന്നു, അടുത്ത വർഷം വീണ്ടും ചേരുന്നു. അങ്ങനെ ചെയ്യലാണ് നന്നായിരിക്കുക. പക്ഷേ അത് തിരിച്ചു കിട്ടില്ല നമുക്ക്. പക്ഷേ വളരെ ചുരുങ്ങിയ സംഖ്യയാണ് നമ്മൾ അതിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേ സമയത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ചും വിദേശത്ത് ജീവിക്കുന്നവർ വളരെ അധികം സമ്മർദ്ദം, പല ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പറയും ഞങ്ങളൊരു പോളിസി എടുക്കണമെന്ന് പറഞ്ഞ് ബാങ്ക് നിർബന്ധിക്കും. പക്ഷേ അതൊന്നും തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ, അവർ പ്രോമിസ് ചെയ്യുന്നത് പോലെ നടക്കാൻ പോകുന്നില്ല. അതെല്ലാം സൂക്ഷിച്ച് വേണം അതിൽ ജോയിൻ ചെയ്യുന്നത്. പലപ്പോഴും ധാരാളം ആളുകൾ, ഇവിടെ ജീവിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ പലതവണ ഇൻഷുറൻസിൽ ചേർന്ന് വഴിമധ്യേ നിർത്തിവെച്ച് പണം മുഴുവൻ നഷ്ടപ്പെട്ട എത്രയോ ആളുകളെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാവരുത് എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. എല്ലാ ഇൻഷുറൻസ് പോളിസിയെ പറ്റിയിട്ടും അറിയുവാൻ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ നമ്പർ 00971506467801 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇത് വാട്സപ്പ് ആണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.